നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ മത്സരത്തിൽ കേപ്പ് വെർദയോട് ഗോളടിക്കാൻ പറ്റാതെ പോയതിൻ്റെ വിഷമമെല്ലാം സ്പെയിൻ ഇവിടെ തീർത്തു. കഴിഞ്ഞ കളിയിൽ ഉറുഗ്വേയോട് നന്നായിട്ട് പൊരുതി നിന്ന സൗദിക്ക് ഇവിടെ അതിന് കഴിഞ്ഞില്ല. അതിമനോഹരമായിട്ട് 4 ഗോളുകൾക്ക് സൗദിയെ മുക്കിയിരിക്കുകയാണ് സ്പെയിന്. ഏകപക്ഷീയമായ 4 ഗോളുകളുടെ വിജയം അവർ നേടുമ്പോൾ ഗോളടി തുടങ്ങി വച്ചത് ലാമിനെ യമാലായിരുന്നു. ലമീൻ യമാലിൻ്റെ ആ ഗോളോടുകൂടി അങ്ങ് തുടങ്ങി. പിന്നെ ഒയർസബാളിൻ്റെ ഇരട്ട ഗോളുകൾ, ഒടുവിൽ കുക്കറയുടെ ഒരു ഷോട്ടിനെ തുടർന്ന് ഗോൾ കീപ്പർ തടഞ്ഞത് തമ്പക്തിയുടെ ദേഹത്ത് കൊണ്ട് വലയിലേക്ക് പോയപ്പോൾ 4-0 കിടിലൻ വിജയമാണ് സ്പെയിൻ സ്വന്തമാക്കിയത്. നിരവധി അവസരങ്ങൾ സ്പെയിൻ ഉണ്ടാക്കിയെടുത്തു, പക്ഷേ 4 ഗോളുകളിൽ ഒതുങ്ങി എന്ന് മാത്രം. മറുഭാഗത്ത് സൗദിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. മത്സരത്തിൽ സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ഒയർസബാലും ബൈനയും ലമീൻ യമാലും ഒൽമോയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്ത് അൽ ജുവൈറും അൽ ബുറൈഖാനും സലേം അൽ ദൗസാരിയും ഒക്കെ മുന്നേറ്റത്തിലുണ്ടായിരുന്നു സൗദിയുടെ നിരയിലെങ്കിലും അങ്ങനെ അങ്ങ് മുന്നേറ്റങ്ങൾ അവരുണ്ടാക്കി എന്ന് പറയാനുമില്ല. കളിയുടെ 10ാമത്തെ മിനിറ്റിലാണ് അതുവരെ ഗോൾ അടിക്കാൻ വേണ്ടി കഴിഞ്ഞ മത്സരത്തിൽ കഴിയാതിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർത്തുകൊണ്ട് സ്പെയിന് ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. കൃത്യമായിട്ടുള്ളൊരു ക്രോസ് ഒയർസബാളിൽ നിന്ന് നേരെ അത് ലമീൻ യമാൽ അതിലേക്ക് അങ്ങ് വീണുകൊണ്ട് ഗോളിലേക്ക് തിരിച്ചുവിടുന്ന കാഴ്ച. ഏതായാലും ആ ഒരു ഗോളോടുകൂടി സ്പെയിനിൻ്റെ ഗോളടി മേളം തുടങ്ങുകയായി. 21ാമത്തെ മിനിറ്റിൽ ലബോട്ട് നീട്ടിക്കൊടുത്ത ബോൾ അത് ഒയർസബാൾ വലയിലേക്ക് എത്തിക്കുന്നു. 2-0 ലീഡാവുന്നു. തൊട്ടു പിന്നാലെ ഡാനി ഓൽമോയുടെ അസിസ്റ്റിൽ നിന്ന് ഒയർസബാളിൻ്റെ അടുത്ത ഗോൾ കൂടി വന്നപ്പോൾ 24 മിനിറ്റിനിടയ്ക്ക് ഏകപക്ഷീയമായ 3 ഗോളുകളുടെ ലീഡായി കഴിഞ്ഞിരുന്നു സ്പെയിനിന്. ഇടവേള സമയത്തവർ അതേ സ്കോർ ലൈനിൽ കളിക്കളം വിട്ടു. 2ാം പകുതിയിൽ ലമീൻ യമാൽ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തെ പിൻവലിക്കപ്പെട്ടു. പിനോ പകരം വരുന്ന കാഴ്ച. ഒയർസബാളിന് പകരം ടോറസും വന്നു. ഏതായാലും പിന്നാലെ അവരുടെ അടുത്ത ഗോൾ കുക്കറയ അടിച്ച ഷോട്ട് ഗോൾ കീപ്പർ തടഞ്ഞതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സൗദിക്ക് അത് ഗോളായി വഴങ്ങേണ്ട അവസ്ഥ വന്നു. തമ്പക്തിയുടെ ദേഹത്ത് കൊണ്ട് വലയിലേക്ക് പോയി. പിന്നീട് ഗോളുകൾ ഈ മത്സരത്തിൽ വന്നില്ലെങ്കിലും ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ്. കഴിഞ്ഞ കളിയിൽ ഗോളില്ലാത്തതിൻ്റെ വിഷമം എല്ലാം തീർത്തുകൊണ്ട് സ്പെയിന് 4-0 രാജകീയമായിട്ട് വിജയിച്ച് കയറിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.